250-ന്റെ 20% എത്ര? നമുക്കിവിടെ 250-ന്റെ 20% കാണണം. അവർക്ക് 250-ന്റെ 20% കാണാൻ നമ്മൾ ചെയ്യേണ്ട ക്രിയ 250 ഗുണം 100/20 ആണ്. 100/20. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓരോ പൂജ്യം ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തു. 25 ഗുണം 2 സമം 50 എന്ന് കിട്ടും. അപ്പോൾ 250-ന്റെ 20% 50 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 50. ഇത് തന്നെ നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാം. കാരണം 250-ന്റെ 20% നമുക്ക് ഇവിടെ കാണേണ്ടത്. അവർക്ക് 250-ന്റെ 10% എന്ന് പറയുന്നത് 10% എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗമാണ്. അപ്പോൾ 250-ന്റെ 10% എന്ന് പറഞ്ഞാൽ 250-ന്റെ 10-ലൊരു ഭാഗം, അതായത് 25 വരും. അപ്പോൾ 20% എത്ര വരും? 25-ന്റെ ഇരട്ടി 50 വരും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഒരു ക്ലോക്കിലെ സമയം 9 മണിയാണെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ഇവിടെ ഒരു ക്ലോക്കിൽ സമയം 9 മണിയാകുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന സമയം പൂർണ്ണ മണിക്കൂറുകളാണ്. ഇങ്ങനെ പൂർണ്ണ മണിക്കൂറുകൾ നൽകുമ്പോൾ സൂചികൾക്കിടയിലെ കോൺ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തന്നിരിക്കുന്ന സമയം 6 മണിക്ക് ശേഷമാണോ എന്ന് നോക്കുക. ഇവിടെ 9 മണിയാണ്, 6 മണിക്ക് ശേഷമാണ്. അങ്ങനെ 6 മണിക്ക് ശേഷമാണെങ്കിൽ ഇനി 12 മണിയാകാൻ എത്ര മണിക്കൂറുകൾ കൂടി വേണമെന്ന് നോക്കുക. ഇവിടെ 9 മണിയിൽ നിന്ന് 12 മണിയാകാനായിട്ട് 3 മണിക്കൂറുകൾ കൂടി വേണം. 3 മണിക്കൂറുകൾ കൂടി. ഈ 3-നെ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണളവ് കിട്ടും. 3 ഗുണം 30 90 ഡിഗ്രിയാണ് സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇനി നമുക്ക് വേണമെങ്കിൽ ക്ലോക്കിൻ്റെ സൂചികളുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ചും ഇത് കണ്ടുപിടിക്കാം. നോക്കുക, 9 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി 9-ന് നേരെയും മിനിറ്റ് സൂചി 12-ന് നേരെയുമായിരിക്കും. ഇതിനിടയ്ക്കുള്ള രണ്ട് സംഖ്യകൾ 10ഉം 11ഉമാണ്. ക്ലോക്കിലെ ഈ ഓരോ സംഖ്യകൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി, 10-നും 11-നും ഇടയിൽ 30 ഡിഗ്രി, അടുത്ത 11-നും 12-നും ഇടയിൽ 30 ഡിഗ്രി. നോക്കുക, 30 30 60, 60 30 90 ഡിഗ്രി. ഈ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ശരി ഉത്തരം ഓപ്ഷൻ ബി 90 ഡിഗ്രി. എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഇവിടെ ഒരു ജോലി പൂർത്തിയാക്കാൻ എയ്ക്ക് 60 ദിവസവും ബിക്ക് 20 ദിവസവും വേണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടും ബി അതേ ജോലി വൈ ദിവസങ്ങൾ കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്നാൽ ആ ജോലി ചെയ്തു തീരാൻ XY/X+Y ദിവസങ്ങൾ വേണം. ഓർക്കുക, എയ്ക്ക് ജോലി ചെയ്തു തീർക്കാൻ എക്സ് ദിവസങ്ങളും ബിക്ക് ജോലി ചെയ്തു തീർക്കാൻ വൈ ദിവസങ്ങളുമാണ് വേണ്ടതെങ്കിൽ രണ്ടു പേർക്കും കൂടി ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം XY/X+Y ആയിരിക്കും. ഇവിടെ എയ്ക്ക് ജോലി ചെയ്തു തീർക്കാൻ 60 ദിവസം വേണം. അപ്പോൾ എക്സിന് 60 എന്ന് കൊടുക്കാം. ബിക്ക് ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസം വേണം. വൈക്ക് 20 എന്നും കൊടുക്കാം. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ XY, അതായത് എക്സ് ഗുണം വൈ ആണ്, അതായത് 60 ഗുണം 20 എന്ന് വരും, ബൈ X+Y 60 + 20. 60 ഗുണം 20 എത്ര വരും? 6 ഗുണം 2 12. അപ്പോൾ 12 എഴുതി 2 പൂജ്യങ്ങൾ ചേർക്കുക. 1200 ബൈ 60 + 20 80. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 120-നെ 8 കൊണ്ട് ഹരിക്കാം. 120-നെ 8 കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും. അപ്പോൾ എയും ബിയും കൂടി ചേർന്നാൽ 15 ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്ത് തീരും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 5, 10, 15 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ തുടക്കം നൽകിയിട്ടുണ്ട്. 5, 10, 15 എക്സെട്ര. ഈ പ്രോഗ്രഷനിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: Sn സമം n/2 ഇൻറ്റു x1 + xn. Sn സമം n/2 ഇൻറ്റു x1 + xn. നോക്കുക, ഇവിടെ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്. നമുക്കിവിടെ 10 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n-ന് 10 എന്ന് കൊടുക്കുക. x1 ആദ്യ പദമാണ്. ഈ സീക്വൻസിലെ ആദ്യ പദം 5 ആണ്. അതുകൊണ്ട് x1-ന് 5 എന്ന് കൊടുക്കാം. ഇനി xn എന്ന് പറയുന്നത് ഇവിടെ 10ാമത്തെ പദമാണ്. xn ഇവിടെ 10ാമത്തെ പദം. അപ്പോൾ ഈ സീക്വൻസിലെ 10ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, ഇതെല്ലാം 5-ന്റെ ഗുണിതങ്ങളാണ്. ഒന്നാമത്തെ പദം
5, രണ്ടാമത്തെ പദം 10, മൂന്നാമത്തെ പദം 15, അങ്ങനെ 5ൻ്റെ ഗുണിതങ്ങളാണിത്. അപ്പോൾ 10ാമത്തെ പദം എന്ന് പറയുന്നത് 10 × 5 50 ആയിരിക്കും. 10ാമത്തെ പദം 50 ആയിരിക്കും. ഇത് 5ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ 10/2 ഇൻറ്റു x1 5 പ്ലസ് എക്സൻ്റെ സ്ഥാനത്ത് 50. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. അപ്പോൾ 5 × 55 എന്ന് വരും. 55 × 5 275. അപ്പോൾ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 275. ശരി ഉത്തരം ഓപ്ഷൻ ബി. 9ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? നമുക്കിവിടെ 9ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി കാണണം. അപ്പോൾ 9ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 9, 18, 3 9 27, 4 9 36, 5 9 45. ഇവയാണ് സംഖ്യകൾ. ഈ സംഖ്യകളുടെ ശരാശരി കാണണം. അപ്പോൾ ഈ സംഖ്യകളുടെ ശരാശരി കാണാൻ ഇതെല്ലാം കൂടെ കൂട്ടി അതിനെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കണം. പക്ഷേ നമുക്ക് അതിൽ ഒരു എളുപ്പമാർഗമുണ്ട്. നോക്കുക, ഈ സംഖ്യകൾ നോക്കുക. 9നോട് 9 കൂട്ടിയ 18, 18നോട് 9 കൂട്ടിയ 27. അതായത് ഇത് പൊതുവ്യത്യാസം 9 ഒരു സമാന്തര പ്രോഗ്രഷനാണ്. പൊതുവ്യത്യാസം 9 ഒരു സമാന്തര പ്രോഗ്രഷൻ. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ 5 പദങ്ങളാണിവ. സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ പദങ്ങളുടെ ശരാശരി അതിലെ മധ്യത്തിൽ കിടക്കുന്ന പദമായിരിക്കും. അപ്പോൾ ഈ 5 പദങ്ങളുടെ ശരാശരി കാണാനായിട്ട് ഇതിലെ മധ്യത്തിൽ കിടക്കുന്ന പദം എടുത്താൽ മതി. അതായത് 27 ആയിരിക്കും ഈ സംഖ്യകളുടെ ശരാശരി. ശരിയുത്തരം ഓപ്ഷൻ സി 27. രാജു ഒരു സാരി വാങ്ങി 30% ലാഭത്തിൽ 5200 രൂപയ്ക്ക് വിറ്റു. സാരിയുടെ വാങ്ങിയ വില എത്രയാണ്? ഇവിടെ രാജു ഒരു സാരി വാങ്ങി അതിന് 30% ലാഭം എടുത്ത് 5200 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ ആ സാരിയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാങ്ങിയ വില നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ വാങ്ങിയ വില എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിനേക്കാൾ 30% കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് 5200 രൂപ ലഭിക്കുന്നത്. ഓർക്കുക, 30% ലാഭം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയേക്കാൾ 30% കൂടുതൽ എന്നാണ് അർത്ഥം. അപ്പോൾ വാങ്ങിയ വില എക്സ് എന്ന് എടുക്കുമ്പോൾ എക്സിനേക്കാൾ 30% കൂടുതൽ, അതായത് എക്സിൻ്റെ 130%. അപ്പോൾ എക്സിൻ്റെ 130%മാണ് 5200. എക്സിൻ്റെ 130% നമ്മൾ കാണുന്നത് എക്സ് ഗുണം 100ൽ 130 അപ്പോൾ എക്സ് ഗുണം 100ൽ 130 സമം 5200 എന്ന് നമുക്ക് എടുക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് സമം ഈ 100നെയും 130നെയും നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകാം. 5200 ഗുണം ഇവിടെ ഛേദത്തിലുള്ള 100 അംശത്തിൽ വരും. അംശത്തിൽ കിടന്ന് 130 ഛേദത്തിലുമാവും. 100/130 എന്ന് വരും. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 52നെ 13 കൊണ്ട് ഹരിക്കാം. 52നെ 13 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. അപ്പോൾ 520നെ 13 കൊണ്ട് ഹരിച്ചാൽ 40 വരും. 40 × 100 4000. അതായത് വാങ്ങിയ വില 4000 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. 5, 15 ഇവയുടെ ലസാഗു എത്ര? നമുക്ക് 5, 15 ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ ലസാഗു കണ്ടുപിടിക്കണമെങ്കിൽ ഇവയുടെ ഘടകങ്ങളെടുത്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആദ്യം ഘടകങ്ങളെടുത്ത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 5, 15 ഈ രണ്ട് സംഖ്യകളും 5ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 5 നമുക്കൊരു പൊതുഘടകമായിട്ട് എടുക്കാം. അപ്പോൾ 5 എടുക്കുന്നു. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3. ഇനി പൊതുഘടകം എടുക്കാൻ 1 മാത്രമേ ഉള്ളൂ, അതെടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ലസാഗു കാണാനായിട്ട് ഈ 3 സംഖ്യകളുടെ ഗുണനഫലം കാണുക. അതായത് 5 × 1 × 3. 5 1 5, 5 3 15. അപ്പോൾ ലസാഗു 15 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചതിൻ്റെ ഉത്തരം കാണാം. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ലസാഗു കാണാൻ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 15 ആണ്. ഈ സംഖ്യ മറ്റ് സംഖ്യകളുടെ ഗുണിതമാണോ എന്ന് നോക്കുക. ഇവിടെ മറ്റൊരു സംഖ്യ 5 മാത്രമേ ഉള്ളൂ. 5ൻ്റെ ഗുണിതമാണ് 15. അങ്ങനെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യയായിരിക്കും ഇവയുടെ ലസാഗു. ഓർക്കുക, തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യ മറ്റ് സംഖ്യകളുടെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യ തന്നെയായിരിക്കും ലസാഗു. ഇവിടെ 5ൻ്റെ ഗുണിതമാണ് 15, അതുകൊണ്ട് ലസാഗു 15 തന്നെയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. 70 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയർ 3:7 എന്ന അംശബന്ധത്തിൽ 2ആയി മുറിച്ചാൽ വലിയ കഷ്ണത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ? ഇവിടെ
70 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയർ 3:7 എന്ന അംശബന്ധത്തിൽ രണ്ടായി മുറിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിലെ വലിയ കഷ്ണത്തിൻ്റെ നീളം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഈ വലിയ കഷ്ണം ഈ 70 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ അംശബന്ധത്തിലെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 3ഉം 7ഉം കൂടെ കൂട്ടിയാൽ 10. 10ൽ ഇതിലെ വലിയ സംഖ്യ നോക്കുക 7ആണ്. അപ്പോൾ 10ൽ 7 എന്നെടുക്കുക. അതായത് വലിയ കഷ്ണം നമ്മൾ രണ്ടായി മുറിക്കുമ്പോൾ വലിയ കഷ്ണം ഈ 70ൻ്റെ 10ൽ 7 ഭാഗം നീളമാണ് ഉണ്ടാവുക. വലിയ കഷ്ണത്തിന് 70ൻ്റെ 10ൽ 7 ഭാഗം നീളം ഉണ്ടാവും. അപ്പോൾ ആ നീളം കണ്ടുപിടിക്കാനായിട്ട് 70ൻ്റെ 10ൽ 7 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. അതായത് 70 ഗുണം 10ൽ 7. 70നെ 10 കൊണ്ട് ഹരിച്ചാൽ 7. 7 ഗുണം 7 49. അപ്പോൾ വലിയ കഷ്ണത്തിൻ്റെ നീളം 49 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 5 ആളുകളുടെ ശമ്പളം യഥാക്രമം 7500 രൂപ, 6000 രൂപ, 7000 രൂപ, 8000 രൂപ, 6500 രൂപ വീതമാണെങ്കിൽ അവരുടെ ശരാശരി ശമ്പളം കണക്കാക്കുക. അപ്പോൾ ഇവിടെ 5 ആളുകളുടെ ശമ്പളം നൽകിയിട്ടുണ്ട്. അവരുടെ ശരാശരി ശമ്പളം കണക്കാക്കണം. ശരാശരി ശമ്പളം കാണണമെങ്കിൽ ഇവരുടെ ശമ്പളങ്ങളുടെ തുകയെടുത്ത് ആ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ശരാശരി എങ്ങനെയാണ് കാണുന്നത്? ശരാശരി സമം തുക ബൈ എണ്ണമാണ്. എണ്ണം നമുക്കറിയാം 5 ആണ്. അപ്പോൾ തുക കണ്ടുപിടിക്കണം. തുക കാണാനായിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. 7500 പ്ലസ് 6000 പ്ലസ് 7000 പ്ലസ് 8000 പ്ലസ് 6500. ഇതിനെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 35,000 വരും. 35,000ത്തിനെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 7000 എന്ന് കിട്ടും. അതായത് ശരാശരി ശമ്പളം 7000 രൂപയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഈ പ്രത്യേക ചോദ്യത്തിൽ നമുക്ക് ക്രിയകളൊന്നും കൂടാതെ തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നോക്കുക, ഇവരുടെ ശമ്പളം അതൊന്ന് നമുക്ക് ക്രമത്തിന് എഴുതിയാൽ ഏറ്റവും കുറഞ്ഞത് 6000 രൂപയാണ്. 6000, അടുത്ത് 6500, 7000, 7500, 8000. ഈ സംഖ്യകളൊന്ന് പരിശോധിക്കുക. 6000-നോട് 500 കൂട്ടിയ 6500, അതിനോട് 500 കൂട്ടിയ 7000, 7000-നോട് 500 കൂട്ടിയ 7500, വീണ്ടും 500 കൂട്ടിയാൽ 8000. അതായത് ഇത് പൊതുവ്യത്യാസം 500 വരുന്ന ഒരു സമാന്തര പ്രോഗ്രഷനിലെ പദങ്ങളാണ്. നേരത്തെ നമ്മൾ കണ്ടു, സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദം ആ പദങ്ങളുടെ ശരാശരി ആയിരിക്കും. അപ്പോൾ ഈ 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യത്തിൽ വരുന്ന 7000 ആണ്. അപ്പോൾ ഈ രൂപത്തിൽ വേണമെങ്കിലും ഈ ഇവരുടെ ശരാശരി ശമ്പളം നമുക്ക് കണ്ടുപിടിക്കാം. അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 7000. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്ന അളവുകളിൽ ഏതാണ് ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. ഓർക്കുക, ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് പരിശോധിക്കാം. ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗം നോക്കാം. ചെറുത് 3ഉം 4ഉമാണ്. അപ്പോൾ 3 സ്ക്വയർ അധികം 4 സ്ക്വയർ നോക്കുക. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. 16ഉം 9ഉം കൂടെ കൂട്ടിയ 25. ഇത് 5ൻ്റെ സ്ക്വയറാണ്. അതായത് വലിയ വശത്തിൻ്റെ വർഗ്ഗത്തിനോട് തുല്യമാണ്. ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷനെ 3, 4, 5 ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി വരും. ശരി ഉത്തരം ഓപ്ഷനെ 3, 4, 5. ഇനി നോക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. 1, 2, 3. 1 സ്ക്വയർ അധികം 2 സ്ക്വയർ നോക്കുക. ചെറിയ 2 വശങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. 4 1 കൂടെ കൂട്ടുമ്പോൾ 5. 5 എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ വശമായ 3ൻ്റെ സ്ക്വയറിനോട് ഈക്വൽ അല്ല. നോട്ട് ഈക്വൽ ടു 3 സ്ക്വയർ. അതുകൊണ്ട് ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഇതൊരു മട്ടത്രികോണത്തിൻ്റെ വശമല്ല. ഈ രീതിയിൽ മറ്റ് 2 ഓപ്ഷൻസിലും നൽകിയിരിക്കുന്ന വശങ്ങൾ മട്ടത്രികോണത്തിൻ്റെ വശമല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, 3, 4, 5 ഇത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ഈ 3, 4, 5ൻ്റെ ഏത് ഗുണിതം എടുത്താലും, ഉദാഹരണമായിട്ട് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 6, 8, 10 ഇതും ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി വരും. അതുപോലെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 9, 12, 15 ഇതും മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്.
ഒന്ന് ഓർത്തുകൊള്ളുക. 8250 രൂപയ്ക്ക് 5 വർഷം കൊണ്ട് 2475 രൂപ സാധാരണ പലിശ ലഭിക്കും എങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്ര? ഇവിടെ 5 വർഷം കൊണ്ട് ലഭിക്കുന്ന പലിശയാണ് 2475 രൂപ. സാധാരണ പലിശയാണ്, അതുകൊണ്ട് എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് പലിശയായി ലഭിക്കുക. അപ്പോൾ ഒരു വർഷം ലഭിക്കുന്ന പലിശ കാണാനായിട്ട് 2475നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 2475നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 495 എന്ന് കിട്ടും. അതായത് ഒരു വർഷത്തെ പലിശ 495 രൂപ. ഇനി വാർഷിക പലിശ നിരക്ക് കാണാനായിട്ട് നിക്ഷേപ തുക 8250 ആണ്. ഈ 8250ൻ്റെ എത്ര ശതമാനമാണ് 495 എന്ന് കാണണം. അതായത് 8250ൽ 495 ഗുണം 100 കാണുക. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഈ 825നെയും 495നെയും 5 ഉപയോഗിച്ച് ഹരിക്കാം. 495ൽ എത്ര 5 ഉണ്ട്? അവർക്ക് 500ൽ 100 5ആണുള്ളത്. അപ്പോൾ 495ൽ 99 5 ഉണ്ടാവും. 825ലോ അവർക്ക് 100ൽ അല്ല 20 ഗുണം 5 ആണ് 100. അതായത് 100ൽ 20 തവണ 5 ഉണ്ട്. അപ്പോൾ 800ൽ എത്രയുണ്ടാവും? 800ൽ 8 ഗുണം 20 160 തവണ 5 ഉണ്ടാവും. 25ൽ 5 തവണയും. അപ്പോൾ 165 തവണ 5 ഉണ്ട് 825. നമുക്ക് 825നെ 5 കൊണ്ട് ഹരിച്ചാൽ 165 കിട്ടും. വീണ്ടും 165ഉം 10ഉം ഇത് രണ്ടും 5ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 5 ഉപയോഗിച്ച് വീണ്ടും ഹരിക്കാം. അപ്പോൾ ഇവിടെ 2 വരും. 165ലോ 50ലുള്ള 5ൻ്റെ എണ്ണം 10 ആണ്. അപ്പോൾ 150ലോ 30, 15ലോ 3, 30 അധികം 3 കൂടെ കൂട്ടുമ്പോൾ 33. 165ലുള്ള 5ൻ്റെ എണ്ണം 33 ആണ്. അപ്പോൾ ഇത് വെട്ടി 33 എഴുതാം. ഇനി 99നെ 33 കൊണ്ട് ഹരിക്കാമല്ലോ. 99നെ 33 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടും. അപ്പോൾ 3 ഗുണം 2 സമം 6 എന്ന് കിട്ടും. പലിശ നിരക്ക് 6%. ശരി ഉത്തരം ഓപ്ഷൻ സി. 5ൽ 4 അധികം 3ൽ 2 സമം ഡാഷ്. അപ്പോൾ നമുക്കിവിടെ 2 ഭിന്നസംഖ്യകൾ 5ൽ 4ഉം 3ൽ 2ഉം കൂടി കൂട്ടണം. ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അതിനായിട്ട് നമുക്കിവിടെ രണ്ടാമത്തേതിൻ്റെ ഛേദം കൊണ്ട് ഒന്നാമത്തേതിൻ്റെ അംശത്തെയും ഛേദത്തെയും ഗുണിക്കാം. അപ്പോൾ 3 കൊണ്ട് 4നെയും 5നെയും ഗുണിക്കുന്നു. 3 ഗുണം 4 12 ബൈ 3 5 15 പ്ലസ് ഒന്നാമത്തേതിൻ്റെ ഛേദം കൊണ്ട് രണ്ടാമത്തേതിൻ്റെ അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. 5 ഗുണം 2 10 ബൈ 5 3 15. നോക്കുക, ഇപ്പോൾ ഛേദം 15 തുല്യമായി കഴിഞ്ഞു. അപ്പോൾ പൊതുവായ ഛേദമായിട്ട് 15 എടുക്കുക, അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 12ഉം 10ഉം കൂടെ കൂട്ടിയാൽ 22. അപ്പോൾ 15ൽ 22 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ. 15.75 ന്യൂനം 10.32 അധികം 14.55 സമം ഡാഷ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ദശാംശ സംഖ്യകൾ കുറയ്ക്കാനും കൂട്ടാനുമുണ്ട്. നമുക്ക് ആദ്യം ഈ കുറയ്ക്കൽ നടത്താം. 15.75ൽ നിന്നും 10.32 കുറയ്ക്കണം. ഓർക്കുക, കുറയ്ക്കാനായിട്ട് എഴുതുമ്പോൾ കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ എഴുതുമ്പോൾ ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതുക. ഇനി നേരിട്ട് കുറയ്ക്കുക. 5ൽ നിന്ന് 2 കുറച്ചാൽ 3, 7ൽ നിന്ന് 3 കുറച്ചാൽ 4. ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക. 5ൽ നിന്ന് 0 കുറച്ചാൽ 5, 1ൽ നിന്ന് 1 കുറച്ചാൽ 0 അപ്പോൾ 5.43 എന്ന് ഉത്തരം കിട്ടും. ഇനി അതിനോട് നമുക്ക് 14.55 കൂട്ടാം. അപ്പോൾ ഇവിടെയും ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. 14.55 കൂട്ടുന്നു. 5 3 8, 5 4 9. ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക. 5 4 9 1. 19.98 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. റൂട്ട് ഓഫ് 2025 സമൻ ഡാഷ്. നമുക്കിവിടെ 2025ൻ്റെ വർഗ്ഗമൂലം എത്രയെന്ന് എഴുതണം. നമുക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിലേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, 2025 നമുക്ക് വർഗ്ഗമൂലം കാണാൻ നൽകിയിരിക്കുന്ന സംഖ്യ. ഇതിൻ്റെ അവസാന 2 അക്കങ്ങൾ നോക്കുക, 25. 25ൽ അവസാനിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വർഗ്ഗമൂലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും എന്ന് അനുമാനിക്കാം. ഇവിടെ 25ൽ അവസാനിക്കുന്നതുകൊണ്ട് വർഗ്ഗമൂലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. ഇനി 2025. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ വെച്ച് നമുക്ക് ചില സ്ക്വയേഴ്സ് നോക്കാം.
30ൻ്റെ സ്ക്വയർ എത്ര വരും? 30ൻ്റെ വർഗം 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 എഴുതി 2 പൂജ്യം ചേർത്താൽ മതി. 30ൻ്റെ സ്ക്വയർ 900 ആണ്. 40ൻ്റെ സ്ക്വയറോ 4ൻ്റെ സ്ക്വയർ എഴുതുക 16, 2 പൂജ്യം ചേർക്കുക 1600. 50ൻ്റെ സ്ക്വയറോ 50ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25, 2 പൂജ്യം 2500. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ 2025 ആണ്. അത് 1600നും 2500നും ഇടയ്ക്കുള്ള സംഖ്യയാണ്. അതുകൊണ്ട് ഈ 2025ൻ്റെ വർഗ്ഗമൂലം 40നും 50നും ഇടയ്ക്കുള്ള സംഖ്യ ആയിരിക്കും. 40നും 50നും ഇടയ്ക്കുള്ള. അപ്പോൾ 40നും 50നും ഇടയ്ക്കുള്ള ഒറ്റയുടെ സ്ഥാനത്തേക്ക് 5 വരുന്ന സംഖ്യ 45 ആണ്. അപ്പോൾ 45ൻ്റെ സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 45ൻ്റെ സ്ക്വയർ 2025 തന്നെയാണ്. അതുകൊണ്ട് 2025ൻ്റെ വർഗ്ഗമൂലം 45 ആണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 150 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ സമം ഡാഷ്. നമുക്കിവിടെ 150 സ്ക്വയർ മൈനസ് 50 സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും വർഗ്ഗം എഴുതാം. 150ൻ്റെ സ്ക്വയർ എഴുതാനായിട്ട് 15ൻ്റെ സ്ക്വയർ എഴുതുക. 15ൻ്റെ സ്ക്വയർ 225 ആണ്. ഇനി 2 പൂജ്യം ചേർക്കുക. അപ്പോൾ 22,500 വരും. മൈനസ് 50ൻ്റെ സ്ക്വയർ എഴുതാൻ 5ൻ്റെ സ്ക്വയർ എഴുതുക. 25, 2 പൂജ്യം ചേർക്കുക 2500. 22,500ൽ നിന്നും 2500 കുറച്ച് കഴിഞ്ഞാൽ 20,000. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 20,000 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇതിൻ്റെ ഉത്തരം മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. നോക്കുക, നമ്മളൊരു സർവ്വസമവാക്യം പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഈ സർവ്വസമവാക്യം ഉപയോഗിച്ചും നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇവിടെ 150 സ്ക്വയർ മൈനസ് 50 സ്ക്വയറിനെ നമുക്ക് ഈ സർവ്വസമവാക്യം ഉപയോഗിച്ച് 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം. അപ്പോൾ ഇതിങ്ങനെ വരും. 150 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ സമം എക്സിൻ്റെ സ്ഥാനത്ത് 150ഉം വൈയുടെ സ്ഥാനത്ത് 50ഉമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ത് വരും? 150 പ്ലസ് 50 ഇൻറ്റു എക്സ് മൈനസ് വൈയോ 150 മൈനസ് 50 എന്ന് വരും. 150ൻ്റെ കൂടെ 50 കൂട്ടിയാൽ 200. 150ൽ നിന്നും 50 കുറച്ചാൽ 100. 200 ഗുണം 100 20,000. അപ്പോൾ ഈ രൂപത്തിൽ വേണമെങ്കിലും ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഏത് രീതിയിലാണെങ്കിലും ശരി ഉത്തരം ഓപ്ഷൻ ബി 20,000.